നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന പാട്ട് പുറത്തുവിട്ടത്. MG ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും ചേർന്നാണ് ആ പാട്ട് ആലപിച്ചിരിക്കുന്നത്. ഷാൻ റഹ്മാനാണ് ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ. വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. ഈ പാട്ട് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് 7:07 ഒഫീഷ്യലി അവർ പുറത്തുവിടാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് കുറച്ച് ലേറ്റായി. 7:30 ആണ് ഈ വീഡിയോ സോങ്, അതായത് ലിറിക്കൽ വീഡിയോ സോങ് പുറത്തു വന്നത്. പക്ഷേ ഇത് പുറത്ത് വന്നതിന് പിന്നാലെ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒട്ടാകെ തന്നെ ഈ പാട്ടിനെതിരെ ശക്തമായ വിമർശനവും ശക്തമായ വിയോജിപ്പും രേഖപ്പെടുത്തിക്കൊണ്ടാണ് മലയാളി ഓഡിയൻസ് സ്വീകരിച്ചത്. അതായത് ആ പാട്ടിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് കമൻറ്റ് കാണണമെങ്കിൽ നിങ്ങൾ ആഴ്ന്നിറങ്ങി മുങ്ങി തപ്പേണ്ട അവസ്ഥയാണ്. കാരണം അത്രമാത്രം നെഗറ്റീവ് കമൻസുകൾ ഷെഡഡാണ് ആ ഒരു വീഡിയോയിൽ നിൽക്കുന്നത്. അത്രമാത്രം നെഗറ്റീവ് കമൻസ് ആ പാട്ടിന് നേരെയുണ്ട്. അത് ഈ ദിലീപ് കേസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദിലീപ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടോ ഇതൊന്നുമല്ല. ഈ നെഗറ്റിവിറ്റി വരുന്നത് ഈ പാട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് വ്യക്തമാണ്. അതായത് ആ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒന്നുമല്ല. ഈ പാട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. പല പല ട്രേസസും ആളുകൾ പറയുന്നുണ്ട്, പല പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഒന്ന്, ഈ പാട്ടിനൊരു തമിഴ് തെലുങ്കു ഒരു ചായവുണ്ട്. ആ രീതിയിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് ഏറ്റവും വലിയ ടോപ്പ് കമൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഷാൻ റഹ്മാൻ പണി നിർത്തിക്കോ ബട്ടൺ എന്നതിനെ പറ്റിയാണ്. ഷാൻ റഹ്മാൻ ഈ സിനിമ മൊത്തത്തിൽ മ്യൂസിക് ആദ്യം കൈകാര്യം ചെയ്യാനിരുന്ന വ്യക്തി ഷാൻ റഹ്മാനാണ്. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിൽ ഇതിൻ്റെ സോങ്സ് ഷാൻ റഹ്മാനും ഒറിജിനൽ സ്കോർ ആൻഡ് BGM ചെയ്യേണ്ടിയിരുന്നത് ഗോപി സുന്ദറാക്കി മാറുകയും ചെയ്തൊരു സാഹചര്യം നമുക്ക് അറിയാവുന്നതാണ്. അതെന്തുകൊണ്ട് ഷാൻ റഹ്മാൻ മാറി എന്നതിനെ പറ്റി പലരും വ്യക്തമാക്കുന്ന ഉദാഹരണം ഇതുപോലുള്ള പാട്ടുകൾ ചെയ്തുകൊണ്ടാണ് അണിയറ പ്രവർത്തകർ ഗോപി സുന്ദറിനെയും കൂടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള കൊണോട്ടേഷൻ നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. സർക്കാസ്റ്റിക്കായിട്ട് ആളുകൾ പറഞ്ഞു എന്നത് മാത്രം പറയുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ താഴെ ഭയങ്കരമായ നെഗറ്റീവ് വരുന്നുണ്ട്. ഹൈപ്പ് കയറി എങ്ങോട്ട് എന്നുള്ള വരികൾക്കൊക്കെ ഇത് ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇറക്കിയ പാട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല പല പല കോമൻസും ഇതിനിടയിൽ കാണുകയുണ്ടായി. ഇതിൻ്റെ ലിറിക് റൈറ്ററായ വിനായക് ശശികുമാർ അതിജീവിതയ്ക്കൊപ്പമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പാട്ട് എഴുതി നശിപ്പിച്ച് കൈ തന്നത് എന്നുള്ള രീതിയിലുള്ള കമൻസ് കാണുന്നുണ്ട്. അങ്ങനെ ഈ കേസുമായിട്ടും കൂട്ടിക്കുഴച്ചും ആളുകൾ ഈ കമൻസ് എഴുതുന്നുണ്ട്. വിനായക് ശശികുമാറാണ് ഇതിൻ്റെ വരികൾ എഴുതിയത്. അതായത് ഇലുമിനാറ്റിയും ബനാനയും പോലുള്ള വെറൈറ്റി പാട്ടുകൾ, അതായത് ലിറിക്കൽ വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഈ പാട്ടും എഴുതിയത്. പക്ഷേ ഈ പാട്ട് കേരള സമൂഹം ഭയങ്കരമായിട്ട് എതിർക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ഭയങ്കരമായ നെഗറ്റിവിറ്റി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പാട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ പലരും ഇതിൻ്റെ പാട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തും, അല്ല യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പോലും അവരും അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയധികം നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു കമൻറ്റ് ബോക്സ് കാണുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ വിധിയൊക്കെ ശേഷം 10-ാം തീയതിയാണ് ഇതിൻ്റെ ട്രെയിലർ പുറത്തു വരുന്നത്. അപ്പോൾ അന്ന് ആളുകൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് കാണണം. അത് ഭയങ്കരമായ പോസിറ്റിവിറ്റി നിറഞ്ഞ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു കംബാക്ക് കാണാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന, മോഹൻലാലിൻ്റെ കംബാക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ദിലീപ് മോഹൻലാൽ കോമ്പിനേഷനിലുള്ള കംബാക്ക് കാണാൻ വേണ്ടി പ്രതീക്ഷിക്കുന്ന ആളുകൾ, അങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആരാധകർ ഒരുപാട് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് കഴിഞ്ഞ ദിവസം റിലീസായ പാട്ടിനാവട്ടെ ഭയങ്കരമായ നെഗറ്റിവിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ വരികൾ പലർക്കും അങ്ങോട്ട് കണക്റ്റ് ആയില്ല. എലക്ഷൻ പാരഡി പാട്ട് പോലെ പലർക്കും ഇത് തോന്നി എന്നുള്ളതാണ്. അതായത് ചിലർക്ക് മകന, ചിലർക്ക് അണ്ണന, ഈ വരികളൊക്കെ കേൾക്കുമ്പോഴേക്കും എലക്ഷൻ ഏതോ സ്ഥാനാർത്ഥി നിൽക്കുന്നത് പോലുള്ള കാര്യമായിട്ടാണ് പലർക്കും തോന്നിയത്. അത് ലാലേട്ടനെ ഈ പാട്ടിൽ പ്രസൻറ്റ് ചെയ്തേക്കുന്നതിൻ്റെ തുടക്ക വരി ഇതാണ്. പക്ഷേ ആളുകൾക്ക് ഒട്ടും അത് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ്. ആ വരികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് തിയേറ്ററുകളിലേക്ക് ഇറക്കണമേ എന്ന് പലരും കമൻറ്റ് രൂപേണ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലവും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഈ ലിറിക്കൽ വീഡിയോ ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ ഇതൊരു 3-4 വട്ടമൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും ഇത് തിയേറ്ററിൽ ആഘോഷിക്കാൻ കഴിയുന്ന പാട്ടാണെന്നുള്ളത് വ്യക്തമാണ്. തിയേറ്ററിൽ മറ്റേ ഇവർ ഡാൻസ് കളിക്കുമ്പോൾ ഇവരുടെ എനർജിയോടൊപ്പം ഇന്ന് കളിക്കാൻ പോകും. പിന്നെ മാത്രമല്ല ഇതിനകത്ത് നാ റെഡിതാ വരുക പോലെ മറ്റേ ലിയോയിലെ ആ പാട്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് റെഫറൻസ് തോന്നുന്നുണ്ട്. അതായത് ഒന്ന് ആ ലിയോ ദാസൻ കോയുടെ ഗറാജ് ഉണ്ടല്ലോ, മറ്റേ ഫാക്ടറി ഉണ്ടല്ലോ, ആ ഫാക്ടറി പോലെ തന്നെയാണ് ഈ സോങ് പ്ലേസ് ചെയ്യുന്ന ഫാക്ടറി ഇരിക്കുന്നത്. അതിനകത്താണ് ഈ ഗില്ലി യൂണിവേഴ്സ് പരിപാടി ഉള്ളത്. ഗില്ലി സിമെൻ്റ് ഒക്കെ കാണാം ആ പാട്ടിൻ്റെ ലിറിക്കൽ വീഡിയോയിൽ തന്നെ. പക്ഷേ എന്നാ എനർജിയാണ് ഞാൻ പറയുന്ന ആ മോഹൻലാൽ ദിലീപ് കോമ്പിനേഷനിലുള്ള നമ്മൾ കണ്ടിരിക്കുന്ന ചെറിയ ഒരു ചെറിയ ക്ലിപ്പുണ്ട്.
അത് ഭയങ്കര എനർജി ആയിരുന്നു, ഭയങ്കര രസമുണ്ട്. അതായത് അവർ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട്. ഞാൻ അതിനെ പറ്റിയേ പറയുന്നുള്ളൂ, പാട്ടിനെ പറ്റി ഞാൻ ഒരു അക്ഷരം കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആ ആ ആ പോർഷൻ കാണാൻ ഭയങ്കര രസമുണ്ട്. നമ്മൾ ഈ കോമ്പിനേഷനിൽ കൊതിക്കുന്ന, അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയായിരിക്കാം എന്ന് കാണാൻ കാത്തിരിക്കുന്ന മൊമെൻറ്റ്സിൽ ചിലത് ഉറപ്പായിട്ടും ഇതിനകത്തുണ്ടായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വരണമെന്നാണ് ആഗ്രഹവും. അപ്പോൾ ആ രീതിയിൽ ഇത് വർക്കാകും എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള വിശ്വാസം. അത് വരും എന്നാണ് കരുതപ്പെടുകയും ചെയ്തത്. പക്ഷേ ഇത് ഭയങ്കരമായി പാട്ടിനോടുള്ള അതിശക്തമായ വിയോജിപ്പ് ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ആടിലെ പാട്ടിന് ഇതിന് ബന്ധമുണ്ട്, ഷാൻഡ്രമോൻ ഇതുവരെ ആടിന് വിട്ടിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. വിനായക് ശശികുമാറിൻ്റെ പണിയെപ്പറ്റി പലരും, കാരണം വിനായക് ശശികുമാർ ചെയ്യുന്ന വർക്കുകളൊക്കെ പലർക്കും ഇഷ്ടപ്പെടാറുള്ളതും ഭയങ്കരമായി മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്യുന്ന പാട്ടാണ്. പക്ഷേ ഇത് അങ്ങോട്ട് വർക്ക് ആയില്ല. ആൻഡ് എം ജി ശ്രീകുമാർ ലാലേട്ടൻ്റെ ശബ്ദത്തിൽ കൊടുക്കുമ്പോൾ വിനീത് ശ്രീനിവാസൻ ദിലീപിൻ്റെ ശബ്ദത്തിന് കൊടുക്കുന്നു. ഇത് രണ്ടും നമുക്ക് കേൾവി ഉള്ളതാണ്. വിനീത് ശ്രീനിവാസൻ പലപ്പോഴായി ദിലീപിന് വേണ്ടി പാടുന്നുണ്ട്, എം ജി ശ്രീകുമാർ പിന്നെ ലാലേട്ടൻ്റെ വോയിസ് ആണ് പാട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് പോലും ഈ പാട്ടിന് വേണ്ട രീതിയിൽ ഒരു സ്ട്രൈക്കിംഗ് ഗോൾഡ് അടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും തിയേറ്ററിൽ ഇത് ആഘോഷമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒറ്റയടി കേൾക്കുമ്പോഴേക്കും പലർക്കും ഇത് ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് പബ്ലിക് റെസ്പോൺസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാട്ട് പിന്നെയും കേട്ടവർക്ക് ചിലപ്പോൾ ഇത് വർക്കാവാനുള്ള ഒരു സാധ്യതയും കൂടി കണക്കാക്കപ്പെടുന്നു. ഡിസംബർ 12 ചിത്രം റിലീസിനെത്തുന്നത്.